നമസ്കാരം. ആൽഫ പാലിയേറ്റീവ് കെയർ ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കഴിഞ്ഞ ദിവസം നിര്യാതനായ പ്രമുഖ ജിയോളജിസ്റ്റും സാമൂഹ്യ പ്രവർത്തകനും ആൽഫ കാസർഗോഡ് സെന്റർ സെക്രട്ടറിയുമായ പ്രൊഫസർ ഗോപിനാഥിന്റെ സംസ്കാരം ഇന്നലെ രാത്രി കാസർഗോഡ് പാറക്കട്ട ശ്മശാനത്തിൽ നടന്നു. അധ്യാപകനായും ദീർഘകാലം പ്രിൻസിപ്പലായും സേവനമനുഷ്ഠിക്കുകയും ചെയ്ത കാസർഗോഡ് വിദ്യാനഗർ ഗവൺമെന്റ് കോളേജിലും വിദ്യാനഗർ ലയൺസ് ക്ലബ് ഹാളിലെയും പൊതുദർശനത്തിനു ശേഷമാണ് മൃതദേഹം ചിന്മയ കോളേജിലെ അദ്ദേഹത്തിന്റെ വസതിയിലെത്തിച്ചത്. MP, MLA മാർ, മറ്റ് ജനപ്രതിനിധികൾ, ജില്ലാ കളക്ടർ, ജില്ലാ പോലീസ് ഉദ്യോഗസ്ഥർ, സാമൂഹ്യ പ്രവർത്തകർ, സഹപ്രവർത്തകർ, വിദ്യാർത്ഥികൾ, പൊതുപ്രവർത്തകർ തുടങ്ങിയ സാമൂഹ്യ സാംസ്കാരിക മണ്ഡലത്തിലെ നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിയിരുന്നു. ആൽഫ ചെയർമാനു വേണ്ടി കമ്മ്യൂണിറ്റി ഡയറക്ടർ സുരേഷ് ശ്രീധരൻ പുഷ്പചക്രം അർപ്പിച്ചു. ആൽഫ കാസർഗോഡ് സെന്ററിനു വേണ്ടി പ്രസിഡന്റ് PM മുസ്തഫയും പുഷ്പചക്രം സമർപ്പിച്ചു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മുസ്തഫ, സ്റ്റാഫ് അംഗങ്ങൾ, വോളണ്ടിയർമാർ എന്നിവരും പങ്കെടുത്തു. വലപ്പാട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ SAPCയുടെ നേതൃത്വത്തിൽ ബോധവൽക്കരണ ക്ലാസ് നടത്തി. 30 വിദ്യാർത്ഥികൾ പങ്കെടുത്തു. നീതി ടീച്ചർ സ്വാഗതം പറഞ്ഞു. തുടർന്ന് ക്ലബ് അംഗങ്ങൾക്ക് പാലിയേറ്റീവ് കെയർ ബോധവൽക്കരണ ക്ലാസ് നടത്തി. കമ്മ്യൂണിറ്റി വെൽഫെയർ ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ മേഘ്ന അനിൽകുമാർ ക്ലാസ് നയിച്ചു. കമ്മ്യൂണിറ്റി വെൽഫെയർ ഓഫീസർ സോന സാജനും പങ്കെടുത്തു. വിദ്യാർത്ഥി പ്രതിനിധി ആവണി നന്ദി പറഞ്ഞു. വിദ്യാർത്ഥി പ്രതിനിധികളായ ഷിസ അബൂബക്കർ, ജാനകി, വിനായക് എന്നിവർ അനുഭവങ്ങൾ പങ്കുവച്ചു. ഏറ്റുമാനൂരപ്പൻ കോളേജ് സോഷ്യൽ വർക്ക് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ഐമനം പഞ്ചായത്തിൽ നടത്തിയ റൂറൽ ക്യാമ്പിൽ പാലിയേറ്റീവ് കെയറിനെ പറ്റിയും കിടപ്പിലായ രോഗികളെ എങ്ങനെ പരിചരിക്കാം എന്നതിനെ കുറിച്ചും ആൽഫ ഏറ്റുമാനൂർ സെന്ററിന്റെ നേതൃത്വത്തിൽ ക്ലാസ് നടത്തി. കിടപ്പിലായവരെ പരിചരിക്കുന്നത് എങ്ങനെയെന്നതിനെ കുറിച്ച് SAPC ആരിഷ് ക്ലബ് അംഗങ്ങൾക്കായുള്ള 10 സ്കില്ലുകൾ അടങ്ങുന്ന പരിശീലന പരിപാടിയും നടത്തി. ആൽഫ ഏറ്റുമാനൂർ സെന്ററിലെ നഴ്സുമാരായ മിനി, ബിന്ദു എന്നിവർ ക്ലാസ് നയിച്ചു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. ജയ് ഹിന്ദ്.